here it is our most important topic, that is Glorious Revolution of 1688. Glorious Revolution, which means the Mahathaya Viplavam. എവിടെയാണ് നടക്കുന്നത്? ബ്രിട്ടനിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വിപ്ലവങ്ങൾ പഠിക്കുന്നുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, അല്ലെ? അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ അമേരിക്കൻ ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് തന്നെ നടന്നിട്ടുള്ള റവല്യൂഷനാണ് ഗ്ലോറിയസ് റവല്യൂഷൻ. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, രക്തരഹിത വിപ്ലവം. Glorious Revolution is also known as Bloodless Revolution. എന്തുകൊണ്ടാണ് ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഓക്കെ, അതുപോലെയുള്ള വലിയ തോതിലുള്ള രക്തച്ചൊരിച്ചിലുകളൊന്നും ആ ഒരു റവല്യൂഷനിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, നാച്ചുറലി അതായിരിക്കും അതിനെ ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. The Glorious Revolution refers to a series of events which culminated in the exile of King James II and the accession to the throne of William of Orange and Mary Stuart. ജെയിംസ് സെക്കൻഡിനെ അധികാരത്തിൽ നിർത്തുകയും അതിനുശേഷം വില്യം ഓഫ് ഓറഞ്ച് അതുപോലെ തന്നെ മേരി സ്റ്റുവർട്ടും അധികാരത്തിൽ വരുന്നത് വരെയുള്ള ഇവന്റ്സിനെയാണ് നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു സോക്കോൾഡ് ഹെഡിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ചാൾസ് ഫസ്റ്റ്, ക്രോംവെൽ ആൻഡ് ദി പാർലമെന്റ്. കിങ് ചാൾസ് റൺ ഇൻടു സം പ്രോബ്ലംസ് വിത്ത് പാർലമെന്റ്. ജസ്റ്റ് ഹിയർ ഇറ്റ്. ഓക്കെ, നമ്മൾ സ്റ്റോറി പോലെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കിങ് ചാൾസ് റൺ ഇൻടു സം പ്രോബ്ലംസ് വിത്ത് പാർലമെന്റ്. ഹി സ്പ്ലിറ്റ് പാർലമെന്റ് ആൻഡ് ഇംഗ്ലണ്ട് റിലീജിയസ്ലി. Both political and religious leaders were mad. King Charles was imprisoned and eventually executed. After King Charles, Parliament decided to pass the power to Lord Oliver Cromwell to rule. He was pro-Parliament. Things went from bad to worse under Cromwell because he adopted a military dictatorship way of ruling. Finally, Parliament had enough and killed him off as well. Then Charles II came into rule from 1635 to 1685. King Charles II, son of Charles I, became the king along with the parliament. He led England a time in the period of restoration to put the monarchy back into power. After his death, his brother James took the power of England. James II. James received the throne after Charles II death. Charles IIന്റെ മരണത്തിന് ശേഷമാണ് ജെയിംസ് II അധികാരത്തിൽ വരുന്നത്. He was a Catholic king and most of the members of the parliament were Protestant. പാർലമെന്റിലുള്ള ആൾക്കാർ കൂടുതലും പ്രൊട്ടസ്റ്റന്റ് ആണ്. But James II was Catholic. He replaced the Protestant officials with Catholics and created laws more tolerant with them. അപ്പോ പാർലമെന്റിലുള്ള ഒരുപാട് ഒഫീഷ്യൽസിനെ അദ്ദേഹം റീപ്ലേസ് ചെയ്തു. പകരം ആരെ കൊണ്ടുവന്നു? കാത്തോലിക്സിനെ കൊണ്ടുവന്നു. ആൻഡ് ഹി ക്രിയേറ്റഡ് ലോസ് മോർ ടോളറന്റ് വിത്ത് ദം. ഹി ഇംപ്രിസൺഡ് 7 bishops ഫോർ റെസിസ്റ്റിംഗ് കാത്തോലിക് ടോളറേഷൻ. കാത്തോലിക് ടോളറേഷൻ റെസിസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 7ഓളം ബിഷപ്സിനെ അദ്ദേഹം ഇംപ്രിസൺ ചെയ്തു. ഹി ഹാഡ് ഹിസ് ഓൺ ആർമി ആൻഡ് ദിസ് വാസ് സീൻ ആസ് എ അഗ്രസീവ് ആക്ട് ബൈ ദി പാർലമെന്റ്. അതുപോലെ തന്നെ കിങ്ങിന് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു സെൻട്രൽ ആർമി ഉണ്ടായിരുന്നു. ഇത് പാർലമെന്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, പാർലമെന്റ് ഇതൊരു അഗ്രസീവ് ആക്ട് ആയിട്ട് കണക്കാക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ഇവിടെ ഇദ്ദേഹം സ്വന്തമായിട്ടൊരു ആർമീനൊക്കെ കൊണ്ടുവരുന്ന വെച്ചാൽ അതൊരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഒരു സിമ്പിൾ ആയിട്ട് കണക്കാക്കാം, അല്ലെ? രാജാവിന് സ്വന്തമായിട്ട് ആർമിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്. When his wife gave birth a son who was baptized Catholic, Whig and Tory parties set out to find a new king. 7 Whig and Tory leaders sent an invitation to William of Orange and his consort wife Mary Stuart to become the ruler of England and overthrow James II. അങ്ങനെ വിഗ് ആൻഡ് ടോറി ലീഡേഴ്സ് അവിടെ ഉള്ള കുറച്ച് ആൾക്കാര്
വില്യം ഓഫ് ഓറഞ്ചിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മേരി സ്റ്റുവർട്ടിനും ഇംഗ്ലണ്ടിൽ വരാനും അവിടെ അധികാരത്തിലിരിക്കാനുള്ള ഇൻവിറ്റേഷൻ നൽകി. ജെയിംസ് സെക്കൻഡിനെ മാറ്റി നിർത്തിയിട്ട് വില്യം ഓഫ് ഓറഞ്ചും അതുപോലെ മേരി സ്റ്റുവർട്ടിനെയും അധികാരത്തിൽ കൊണ്ടുവരിക. ഇതായിരുന്നു വിഗ്സിന്റെയും ടോറീസിന്റെയും ലക്ഷ്യം. Bloodless Revolution. William sailed to England with an army and landed at Torbay in Devon in November 1688. അപ്പോൾ വില്യം ഓഫ് ഓറഞ്ചിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആർമിയും കൊണ്ടുവന്നു. ഇവിടെ ടോർബേയിൽ ലാൻഡ് ചെയ്തു. ടോർബേ ഇൻ ഡെവോൺ ഇൻ നവംബർ 1688, 1688. ജെയിംസ് സെക്കൻഡ് ഫ്ലഡ് ടു ഫ്രാൻസ് ഓൺ ഡിസംബർ. ജെയിംസ് സെക്കൻഡ് നേരെ ഫ്രാൻസിലേക്ക് പോയി. ദ ഡിസംബർ 1688 Bill of Rights declared that James had abdicated and that the crown had legally passed to William and Mary as their heirs. അപ്പോ എന്താ, ജെയിംസ് സെക്കൻഡ് ആബ്ഡിക്കേറ്റ് ചെയ്യപ്പെട്ടു. സോ വില്യം ആൻഡ് മേരി അവർക്ക് രണ്ടുപേർക്കും നിയമപരമായിട്ട് തന്നെ അധികാരം ലഭിച്ചു. ഇൻ ജാനുവരി 1680 അങ്ങനെ ഒരു ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ടുവന്നു പാർലമെന്റിൽ. ഇൻ ജാനുവരി 1689 William called a parliament which passed the necessary legislations that the revolution required to be successful. അങ്ങനെ റെവല്യൂഷൻ ഒരു സക്സസ്ഫുൾ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള നെസറി ലെജിസ്ലേഷൻസ്, നെസറി ആയിട്ടുള്ള ലോസ് അദ്ദേഹം പാസ് ചെയ്തു, പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ട്. The revolution was glorious because there was no violence. അപ്പൊ ഈ ഒരു വിപ്ലവം എന്ന് പറയുന്നത് മഹത്തായതാണ്. എന്തുകൊണ്ട്? there is no violence. അവിടെ വയലൻസ് ഇല്ല, അതായത് ഹിംസാത്മകമായ കാര്യങ്ങളൊന്നുമില്ല. നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു റെവല്യൂഷനാണ് ദി ബ്ലഡ്ലെസ് റെവല്യൂഷൻ. ദാറ്റ് ഈസ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688. ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത് എന്താ? നോ സ്റ്റാൻഡിംഗ് ആർമി ഓർ ടാക്സസ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ കൺസെന്റ് ഇല്ലാതെ രാജാവിന് ഒരു സ്റ്റാൻഡിംഗ് ആർമി അല്ലെങ്കിൽ രാജാവ് സ്വന്തമായിട്ട് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പാടില്ല. ട്രയൽ ബൈ ജൂറി ആൻഡ് നോ എക്സസീവ് ബെയിൽ. വിചാരണക്ക് ശേഷം വേണം എന്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട്, പണിഷ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റെഗുലർ സെഷൻ ഓഫ് പാർലമെന്റ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലെ, ഓൾറെഡി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തായി നമ്മളിങ്ങനെ ഇടക്കിടക്കെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. എനിക്ക് എന്തു പറയാനുള്ള അധികാരം എനിക്കുണ്ട്. ദെൻ റെഗുലർ സെഷൻ ഓഫ് പാർലമെന്റ്. പാർലമെന്റ് ഒരു നിശ്ചിത ഇടവേളകളിൽ വിളിച്ചു കൂട്ടണം എന്നും ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. അതായത് പാർലമെന്റ് മൊണാർക്കിയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ മൊണാർക്കി വരുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇറ്റ് ഫോർബേഡ് ദി മൊണാർക്ക് ഫ്രം ബീയിങ് എ കാത്തോലിക് ആൻഡ് ഫ്രം മാരിയിങ് എ കാത്തോലിക്. ഒരു കാത്തോലിക് ആയിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും കാത്തോലിക്കിനെ മാരേജ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നും മൊണാർക്കിനെ പിൻവലിച്ചു. അതായത് അധികാരത്തിലിരിക്കുന്ന മൊണാർക്ക് ഒരിക്കലും കാത്തോലിക് ആവാനും പാടില്ല, അതുപോലെ തന്നെ കാത്തോലിക് ലേഡീനെ വിവാഹം ചെയ്യാനും പാടില്ല. ഇതാണ് വില്യം ഓഫ് ഓറഞ്ച്, അതുപോലെ വില്യം III ആൻഡ് ക്യൂൻ മേരി.